ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഈ ടേബിൾ ടോപ്പ് മെഷീൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും തുടക്കക്കാർക്കാണെങ്കിലും ഒക്കെയും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണിത്. എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്. എന്താണെന്ന് ഞാൻ പറയാം. അത് ഞാൻ നമ്മുടെ ഈ മുകളിലത്തെ ഭാഗം ഒന്ന് ഊരിയെടുക്കുകയാണ്. കണ്ടോ, ഈ പോർഷൻ ഊരിയെടുത്തു. ഇത് നമ്മൾ ഈ പൊസിഷനിൽ ഞാനൊരു മെഷീൻ അല്പം ചരിച്ച് പിടിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണിത്. ഈ പൊസിഷനിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ ബോബിൻ കേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഇതാണ്. ആ ബോബിൻ കേസ് നമുക്ക് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പൊസിഷനിലായിരിക്കണം ഊരിയെടുക്കേണ്ടത്. ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മുടെ നീഡിൽ ഉയർന്നു നിൽക്കണം. കണ്ടോ, ഈ നീഡിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടോ? നീഡിൽ ഉയർന്നു നിൽക്കണം. അതല്ല, നീഡിൽ നമ്മൾ തയ്ച്ച് പകുതി വഴിക്കൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, ജാം വന്നു, അല്ലെങ്കിൽ നൂല് തീർന്നു പോയി, അപ്പോൾ നമുക്കിത് ബോബിൻ കേസ് ഊരിയെടുത്ത് ബോബിനിൽ നൂല് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ, ഇപ്പം ഇതേ കണ്ടോ, നീഡിൽ ഉള്ളിലേക്ക് താഴ്ന്നാണ് ഇരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇതിങ്ങനെ വലിച്ച് ബോബിൻ എടുക്കാൻ ശ്രമിക്കരുത്, ബോബിൻ കേസ് എടുക്കാൻ ശ്രമിക്കരുത്. അത് വരില്ല, പിന്നെ അത് സൂചി ഒടിയുകയും പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, അതെ നീഡിൽ എപ്പോഴും ഉയർത്തി വെക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക. നീഡിൽ ഉയർത്തി വെച്ചതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾ നീഡിൽ തിരിച്ചിടുമ്പോൾ ഇതേ കണ്ടോ, ഈ നീഡിൽ ഇങ്ങനെ അതേപോലെ തന്നെ നിങ്ങളിത് തിരിച്ചിടുമ്പോഴും ഈ ബോബിൻ കേസ് തിരിച്ചിതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴും നീഡിൽ ഉയർന്നു തന്നെയാണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം നീഡിൽ താഴ്ന്നാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉള്ളിലേക്ക് കടത്തി വെക്കാൻ പറ്റില്ല. നിങ്ങളിതിങ്ങനെ വെച്ചിട്ട് എത്ര ഇട്ട് അങ്ങോട്ട് പ്രസ് ചെയ്താലും അത് പ്രസ്സാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ പറ്റിയ മെഷീനെന്ന്. അപ്പോൾ നീഡിൽ ഉയർന്നു തന്നെ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ അത് വീഴും. കണ്ടോ, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ടേബിൾ ടോപ്പ് മെഷീൻ മേടിക്കുന്ന പലർക്കും കൺഫ്യൂഷനാണ്. ഇതിലെങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം, ഇതിൻ്റെ മെക്കാനിസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ മൈഫ്രോക്സിൽ, നമ്മുടെ ആപ്പിൽ ഈ ടേബിൾ ടോപ്പ് മെഷീനിലും സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കായിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സിംഗറിൻ്റെയും ഉഷയുടെയും മെഷീനിൽ നമ്മൾ ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനിലും ഉണ്ട്. ഈ 3 മെഷീൻ്റെയും ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ മെഷീനിൽ നമ്മൾ നൂല് എങ്ങനെ ഇടും എന്ന് തുടങ്ങിയാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ പെഡൽ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് തുടങ്ങി ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത്. അതായത് നിങ്ങളൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ മെഷീനിലും, നമ്മുടെ ഉഷയുടെ മെഷീൻ, അതുപോലെ സാധാരണ സിംഗിൾ മെഷീൻ, ഈ 3 മെഷീനിലുമുള്ള ക്ലാസ്സുകൾ വരുന്നത്. നോർമലി നമ്മുടെ ഈ ടേബിൾ ടോപ്പ് മെഷീനിൽ തുടക്കക്കാർക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ഒരു സ്ഥാപനത്തിലും ചെന്നാലും ബുദ്ധിമുട്ടാണ്. ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നത് പോലെയുള്ള സ്ഥാപനങ്ങളിലല്ലാതെ സാധാരണ സ്ഥാപനങ്ങളിലൊന്നും തന്നെ ഇതുപോലെയുള്ള മെഷീനിൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തു പഠിപ്പിക്കുന്നത് ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ മെഷീൻ കയ്യിലുണ്ട്, സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇതിലെങ്ങനെ തുടങ്ങും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുക. വളരെ ചെറിയൊരു മന്ത്ലി ഫീസിലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഞാൻ തരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഈ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. അതല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. Thank you for watching.